ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയെ അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന വഴി വരൾച്ച അവസാനിക്കുന്നതായി ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൽ നാം കാണുന്നുണ്ട്. വലിയ വരൾച്ചയുടെ കുറേ വർഷങ്ങൾ കടന്നുപോയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രവാചകൻ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയാണ്. 42 മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നു, ഏലിയ കാർവൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. ഏലിയ ആഹാബിനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന്. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. വരൾച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ വർഷങ്ങളിൽ മഴയ്ക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കാൻ ഏലിയ പ്രവാചകൻ എടുക്കുന്ന വലിയൊരു വേദനയുണ്ട്. ആ വേദനയെ ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥഭാഗം പറഞ്ഞിരിക്കുക, അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നുവെന്ന്. അത്രമാത്രം വലിയ ഒരു വേദന. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി ഉത്തരം കൊടുക്കുന്നതായും ഈ ഗ്രന്ഥത്തിൽ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നാം വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എത്രമാത്രം തീഷ്ണതയേറിയതായിരിക്കണം, തീവ്രതയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക. വലിയ ആഗ്രഹത്തോടെ വേദനയോടെ പ്രാർത്ഥിക്കണം. ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിതാണ്. അത്രമാത്രം വേദനയോടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരും. ഏലിയ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുക. അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലെ 10-ാം വചനം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഏലിയ ഉത്തരം പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന്. നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ തീഷ്ണമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. തീഷ്ണമായ ഒരു പ്രാർത്ഥനയാണ് നീ അർപ്പിക്കുന്നതെങ്കിൽ അതിന് വലിയ അനുഗ്രഹമുണ്ട്. ഒരു വിശുദ്ധിയെക്കുറിച്ച് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക, അവളുടെ ദൈവസ്നേഹവും പ്രാർത്ഥനയും വളരെ തീവ്രതയേറിയതായിരുന്നു, അതുകൊണ്ട് ദൈവം അവൾക്ക് ഉത്തരം കൊടുത്തുവെന്ന്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വേദനകൾ എത്രമാത്രം തീവ്രതയേറിയതാണോ അതിന്മടങ്ങ് തീവ്രതയോടെ ഞാൻ പ്രാർത്ഥിക്കണം. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ത്യാഗത്തിൻ്റെ വേദന, ആ വേദനകൾ ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ ദൈവം അവിടെ അത്ഭുതം ചെയ്യുകയാണ്. സങ്കീർത്തന പുസ്തകം 115-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം അവസാനത്തെ വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ സ്വരം അവൻ്റെ കർണപുടങ്ങളിലെത്തിയെന്നാണ് നാം വായിക്കുക. എങ്കിൽ എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയുന്ന, എന്നെക്കുറിച്ച് വിചാരിക്കുന്ന എൻ്റെ തമ്പുരാൻ്റെ മുൻപിൽ തീവ്രതയോടെ തീഷ്ണതയോടെ ഞാൻ ആദ്യം പ്രാർത്ഥിക്കണം. മുട്ടുകൾ മടക്കി ഞാൻ പ്രാർത്ഥിക്കണം. അവിടുന്ന് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് ലഭിക്കാത്തതായി ഒന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്.
ഈശോയുടെ പക്കലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് നിരവധി ആവശ്യങ്ങളുമായിട്ട് ഓടി വന്ന ഒരു വ്യക്തിയെ പോലും ഈശോ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥം നാം മറിച്ചു നോക്കുമ്പോൾ കടന്നു വന്നവരുടെയൊക്കെ വേദനകളും ത്യാഗങ്ങളുമൊക്കെ വളരെ വളരെ വലുതായിരുന്നു. അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഈശോ ഉത്തരം കൊടുത്തതും നാം കാണുന്നുണ്ട്. ഹബക്കുക്ക് പ്രവാചകൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് നാം ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയുവാൻ ഞാൻ കാത്തിരിക്കുന്നുവെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഹബക്കുക്ക് പ്രവാചകൻ പറയുകയാണ്. ഞാനിതാ ഇവിടെ കാത്തിരിക്കുവാണ്. എനിക്ക് സമയം പ്രശ്നമല്ല, കാലം പ്രശ്നമല്ല. വിശപ്പോ ദാഹമോ ഇല്ലാത്തവനായി അവൻ ദൈവത്തിൻ്റെ കാവൽ ഗോപുരത്തിൽ ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ് അല്ല നീ വെക്കേണ്ടത്. ഒരുപക്ഷെ 3 ദിവസം നീ പ്രാർത്ഥിക്കേണ്ടി വരും. ചിലപ്പം വർഷങ്ങൾ നീ പ്രാർത്ഥിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഷെയർ ചെയ്തതാ, ആ ചേച്ചിക്ക് ട്രൈജെമിനൽ ന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു ഞരമ്പിൻ്റെ വലിയ രോഗമുണ്ടായിരുന്നു. ഈ രോഗം മാറിക്കിട്ടാനായിട്ട് ഒരുപാട് നാളുകൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ചിന്ത തോന്നുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, രക്തസ്രാവക്കാരി സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തിയെന്ന്. 12 വർഷം രക്തസ്രാവം അനുഭവിച്ച ഒരു സ്ത്രീയെയാണ് കർത്താവ് സുഖപ്പെടുത്തിയതെന്ന്. ആ ചേച്ചി ഇങ്ങനെ മനസ്സിലെടുത്തിട്ട് പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഈ 12ാമത്തെ വർഷം എല്ലാ വർഷവും പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. അങ്ങനെ 12 വർഷം പൂർത്തിയാകാറായപ്പം ചേച്ചി പ്രാർത്ഥിക്കുക, തമ്പുരാനെ, ഈ 12 വർഷവും ഞാനിതാ നിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു രോഗപീഠ എന്നെ വിട്ടുപോകാനായിട്ട്. കൃത്യം 12ാം വർഷം ആ വ്യക്തിയുടെ രോഗപീഠകൾ എന്നേക്കുമായിട്ട് മാറിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കണം. വില കൊടുത്ത് സമയമോ കാലമോ കണ്ടീഷനോ ഒന്നും നീ വെക്കണ്ട. മറിച്ച് അവൻ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ വേണ്ടി ഈശോ രൂപം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നിരന്തരം പ്രാർത്ഥിക്കണം, മടി കൂടാതെ പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്നവന് അവൻ വാതിൽ തുറക്കും. നിരന്തരം നീ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ അവൻ നിനക്ക് വേണ്ടി ഇടപെടും. അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. 42 വർഷം പഴക്കമായ അവരുടെ വീടിൻ്റെ ആധാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 42 വർഷം പഴക്കമുള്ള ഒരു പേപ്പറിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ അത് പഴകി ദ്രവിച്ച് പോരിക്കുന്നൊരവസ്ഥയാണ്. അത് കിട്ടുവാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ലക്ഷക്കണക്കിന് പൈസ അവർ ചെലവാക്കി കഴിഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ്റെ മുമ്പിൽ അല്പം കൂടി വില കൊടുത്ത് ഇന്ന് രാത്രിയിൽ അല്പം ത്യാഗത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിടുകയാണ്. പിറ്റേന്ന് അദ്ദേഹം വില്ലേജ് ഓഫീസിലേക്ക് ചെന്നിട്ട് ആ പിയൂണിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അപ്പോൾ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകും, അത് ഒന്ന് ചോദിക്കണമെന്ന്. അവിടെ പല തവണ വില്ലേജ് ഓഫീസ് പരിശോധിച്ച് നോക്കിയതാ, പക്ഷെ കിട്ടിയിട്ടില്ല. അന്ന് രാത്രിയിൽ ഈശോ ഗത്സമനിൽ രക്തം ചിന്തി അതേ തീവ്രതയോടെ, കാരണം ഈ സ്ഥലത്തിൻ്റെ ആധാരം കിട്ടിയാലാണ് ഈ മുന്നോട്ടൊരു യാത്ര അവർക്കുള്ളൂ. അത്രമാത്രം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കുടുംബത്തിൻ്റെ വേദനകളെ ചേർത്ത് വെച്ച് മക്കളും അമ്മയും അപ്പനും എല്ലാം രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്ന് അദ്ദേഹം രാവിലെ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നിട്ട് പിയൂണിനോട് പറയുക, ഒന്നുകൂടി ഒന്ന് തപ്പി നോക്കുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ആ തപ്പിയ സ്ഥലത്ത് തന്നെ പിയൂൺ ഒന്നുകൂടി നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞ് ആ ആധാരം ഒരു കുഴപ്പവും കൂടാതെ പൊടിഞ്ഞു പോലും പോകാത്ത വിധത്തിൽ അദ്ദേഹത്തിന് എടുത്തു കൊണ്ടുപോയി കൊടുത്തതാണ്. തമ്പുരാൻ ചെയ്ത അത്ഭുതങ്ങളെ ഇന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ഈശോ ജീവിക്കുകയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരം തരും. അവൻ്റെ കാവൽ ഗോപുരത്തിൽ നീ ഇങ്ങനെ കണ്ണുമ ചിമ്മാതെ കാത്തിരുന്നാൽ
അവൻ നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളുമായി കടന്നു വരും. നിരന്തരം അവൻ്റെ മുൻപിൽ നീ പ്രാർത്ഥിക്കണം. നീ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പം അവൻ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ് നാം കാണുക മുട്ടിക്കൊണ്ടിരിക്കുന്നവന് തമ്പുരാൻ കൊടുക്കുന്ന വലിയ ഒരു ഉത്തരത്തെക്കുറിച്ച്. സ്നേഹിതൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വ്യക്തി അപ്പം ചോദിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി എന്ന വചനഭാഗത്തിൻ്റെ ആദ്യം ഹെഡിങ്ങിൽ എഴുതി വെച്ചിരിക്കുക. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിലൊരുവന് സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുക, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു. ഒരുപാട് തടസ്സങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്. സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ചോദിക്കുവേ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് ഈശോ വീണ്ടും വചനഭാഗം ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിലെല്ലാം നിരാശ കൂടാതെ മുട്ടി തുറക്കുന്ന ഒരു വാതിലിൻ്റെ മുമ്പിൽ നീ പോയി നിൽക്കണം. അവൻ തുറന്നു തരും. ചോദിച്ച് മേടിക്കണം യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ, യേശുവിൻ്റെ കൃപകൾ നീ ചോദിച്ച് മേടിക്കണം. പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കണം. എത്രയോ യുവജനങ്ങളാണ് മണലിന്മേൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളുമൊക്കെ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്തു തരും. ആ തമ്പുരാൻ്റെ സ്നേഹമാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത്, ഈശോയെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അത് തന്നെ ഈശോ നമ്മളോട് പറഞ്ഞു. ഗത്സമനയിലെ ഈശോയെ നാം കാണുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമെന്ന് വിട്ടുകൊടുത്ത് ഈശോയുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നിൻ്റെ ഹിതവും യേശുവിൻ്റെ ഹിതവും ഒരുപോലെ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നടക്കും. നിന്റെ ഹൃദയത്തെ ഒന്ന് ഉയർത്തി നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം നടക്കും. അമ്മ ത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാ. ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ്, ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥനയെന്നാണ് അമ്മ ത്രേസ്യ പറയുക. എങ്കിൽ അവൻ്റെ മുമ്പിൽ പോയിരുന്ന് ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ പറയണം. ഈശോ ഒരു കുഞ്ഞാടിനെ തോളിൽ വെച്ചിരിക്കുന്ന ചിത്രം നാം കാണാറുണ്ട്. കുഞ്ഞാടിൻ്റെ മുഖം യേശുവിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് ആ ചിത്രത്തിൽ നാം കാണുക. പ്രിയപ്പെട്ടവരെ, നിന്റെ ആവശ്യങ്ങളുമായി യേശുവിൻ്റെ തോളിൽ കയറിയിരുന്ന് അവൻ്റെ ചെവിയോട് ചേർത്ത് വെച്ച് നിന്റെ വേദനകൾ പ്രാർത്ഥനയിലൂടെ നീ അർപ്പിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു ഈശോ നമുക്കുണ്ട്. ആ ഈശോയെ വേണം നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നവർ പ്രാർത്ഥിക്കേണ്ട മറ്റു 4 കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മളിങ്ങനെ പോയി നിൽക്കും. കുരിശിൽ ഈശോ കിടക്കുന്നതുമുണ്ട്. അന്ന് 2000 വർഷങ്ങൾക്കൊക്കെ പുറകോട്ട് യേശുവിൻ്റെ കാൽവരി യാഗത്തിൽ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ 4 തരം വ്യക്തികളെ നാം കാണുന്നുണ്ട്. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലെ 4 തരം വ്യക്തികളിൽ ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പടയാളികളുണ്ടായിരുന്നു. ഹേരോദോസ് പടയാളികളോട് ചേർന്ന് അവനെ നിന്ദിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഹേരോദോസും പടയാളികളും എന്നൊരു ഗണം നിൽക്കുകയാണ്. വീണ്ടും യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നാം കാണുന്നുണ്ട് കാഴ്ച കാണാൻ വന്ന വലിയ കുറേ ജനക്കൂട്ടങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 23:48 വചനം പറയുക. കാഴ്ച കാണാൻ വന്ന വലിയൊരു ജനക്കൂട്ടവും അവിടെയുണ്ടായിരുന്നു. വീണ്ടും നാം കാണുന്നുണ്ട് ഈശോയുടെ കുരിശിലേക്ക് അകലെ നിന്ന് എത്തി നോക്കുന്ന ഒരു വ്യക്തി, പത്രോസ് ലീഹ. അകലെയായി പത്രോസും അവനെ അനുഗമിച്ചു. ലൂക്ക 22:54 വചനം പറയുകയാണ്. 4ാമത്തെ ആളുകളാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27 യേശുവിൻ്റെ കുരിശിൻ്റെ അരികിൽ അവൻ്റെ അമ്മയായ മറിയവും യോഹന്നാനും നിന്നിരുന്നുവെന്ന് എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലേക്ക് നാം കടന്നു വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെ കൈകെട്ടി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല, അവനെ നിന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. പടയാളികളെ പോലെ, ഹേരോദോസിനെ പോലെ ഇവൻ്റെ മുൻപിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞ് അവിടെ നിന്നാൽ, ഏകാഗ്രതയില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ, പല ചിന്തകളിൽ മുഴുകി കൈകൂട്ടി
കൂട്ടിപ്പിടിച്ചാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എനിക്കതുകൊണ്ട് ഒരു അനുഗ്രഹവും കിട്ടില്ല. കാരണം സുവിശേഷത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഹെരോദോസിനോടും പടയാളികളോടും ഒന്നും പറയുന്നതായി നാം കേൾക്കുന്നില്ല. അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നതായും കുരിശിൽ കിടക്കുന്ന ഈശോ അനുഗ്രഹിക്കുന്നതായും നാം കാണുന്നില്ല. എന്നാൽ കാഴ്ച കാണാനായിട്ട് കുറേ പേർ അവിടെ വന്ന് നിന്നു. കുടുംബത്തിൽ അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വാ മക്കളെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ യുവജനങ്ങൾ മൊബൈൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കും, കൊച്ചുങ്ങൾ കളിപ്പാട്ടമെടുത്ത് കളിക്കും. അതിനിടയിൽ അപ്പനും അമ്മയും ജപമാല ചൊല്ലി തീർക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് എങ്കിൽ അവിടെ കാഴ്ച കാണാമെന്ന ജലക്കൂടം തുല്യമാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കുരിശിലെ യേശുവിൻ്റെ ഒരനുഗ്രഹവും യേശുവിൻ്റെ ഒരു കൃപയും നമുക്ക് കിട്ടില്ല. നാം യേശുവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം, കൈകൾ കൂട്ടിപ്പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് എത്രമാത്രം പെയിൻ എടുത്ത് വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രമാത്രം വില കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കണം. വീണ്ടും നാം കാണുന്നുണ്ട്, അകലെയായി അനുഗമിക്കുന്ന ഒരു പത്രോസുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് തമ്പുരാൻ പത്രോസിനോട് ഒന്നും പറയുന്നതായി നാം കേൾക്കുന്നില്ല. ഈശോയുടെ മുൻപിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ജപമാല അർപ്പണത്തിൽ ഞാൻ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മുറിയിൽ കയറി ഞാൻ കഥകടച്ച് ഞാൻ തന്നെ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ കൂട്ടായ്മയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് തമ്പുരാൻ ഈ വചനഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ തമ്പുരാൻ്റെ മുൻപിൽ ആയിരിക്കണമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിലൂടെ തമ്പുരാൻ വെളിപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയമുണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു. ഈ രണ്ടു പേരുടെയും പ്രാർത്ഥനകൾക്ക് തമ്പുരാൻ ഉത്തരം കൊടുക്കുകയാണ്. യേശു സംസാരിക്കുന്നത് നാം കാണുന്നുണ്ട്. പ്രാർത്ഥനയിൽ യേശു സംസാരിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ നിൽക്കുമ്പോൾ ആ കുരിശിലെ യേശുവിനെ നോക്കിയിട്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് അവൻ്റെ വേദനയോട് ചേർന്ന് നിന്ന് സഹരക്ഷകയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട്. അമ്മ അവിടെ നിന്ന് പറയുന്നില്ല, മകനെ എനിക്കിനി ആരാ ഉള്ളത്, ആരിനി എന്നെ നോക്കും എന്നമ്മ പറഞ്ഞില്ല. മറിച്ച് മകൻ്റെ കുരിശിലെ വേദനയുടെ മുൻപിൽ ഇങ്ങനെ കൈകൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അമ്മയോട് തമ്പുരാൻ പറയുകയാ, സ്ത്രീയെ നിന്നെ നോക്കാൻ നിനക്കിതാ ഒരു മകനെ തരുന്നുവെന്ന് പറഞ്ഞ്, ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് തമ്പുരാൻ യോഹന്നാൻ സ്ലീഹായെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ ഹൃദയമായിരുന്നു ഈശോ. കാരണം അവൻ്റെ മാറോട് ചേർന്നിരുന്ന ഹൃദയസ്പന്ദനമൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തൊരു യോഹന്നാനുണ്ട്. ആ യോഹന്നാൻ ഈശോയെ പിരിയുക, തൻ്റെ പ്രാണസ്നേഹിതൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന യോഹന്നാനെ നാം കാണുകയാണ്. യോഹന്നാൻ പറയുന്നില്ല, ഗുരു ഇനി ആരുടെ മാറിൽ ഞാൻ തല ചായ്ക്കുമെന്ന് ചോദിച്ചില്ല, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചില്ല, ആരെനിക്ക് സ്നേഹിതനായി വരുമെന്ന് ചോദിച്ചില്ല. മറിച്ച് പ്രാണസ്നേഹിതൻ്റെ വേദനയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് സാന്നിധ്യം കൊണ്ട് ആ സ്നേഹിതൻ്റെ കാൽവരി യാഗത്തിൽ അവൻ്റെ വേദനയിൽ ഇങ്ങനെ അവനെ നോക്കി നിൽക്കുമ്പം തമ്പുരാൻ പറയുകയാണ്, മകനെ നിനക്ക് തലച്ചായ്ക്കാൻ ഒരു മാറിടം ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടാ മകനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഒരു സമ്മാനമായി പരിശുദ്ധ അമ്മയെ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന വേളയിൽ മനസ്സുകൊണ്ട് നാം പ്രാർത്ഥിക്കണം, ശരീരം കൊണ്ട് പ്രാർത്ഥിക്കണം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. വിട്ടുകൊടുത്ത് എല്ലാം മറന്നു പ്രാർത്ഥിക്കുമ്പം അവിടെ ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും. പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരും. ജീവിതത്തിൽ ദൈവം ഇടപെടും. ആ ചങ്കു പറിച്ചുള്ള വേദനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരമുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തി നിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പേര് പോലും ഓർക്കാതെ പോകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമില്ല. മറിച്ച് വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു വരമുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യണം? മുറിയിൽ മണൽ വിരിച്ചിട്ട് മുട്ടിന്മേൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ നമ്മുടെ കൊച്ചു ത്രേസ്യ ചെയ്തത്? കൊച്ചു ത്രേസ്യ അറിയുപോലുമില്ല. അവൾ അറിയുകയാണ്, ഫ്രാൻസീനി എന്ന് പറയുന്ന ഒരു വ്യക്തി,
അവൾക്ക് പരിചയം പോലുമല്ല. പത്രത്തിൽ വായിക്കുകയാണ്, ഒരു കൊലയാളി ഇതാ മരണത്തിലേക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്, മാനസാന്തരപ്പെടാതെയാണ് അവൻ മരിക്കാൻ പോകുന്നതെന്ന്. അതറിഞ്ഞപ്പോൾ കൊച്ചു ത്രേസ്യ ത്യാഗത്തോടെ തൻ്റെ ഓരോ കൊച്ചു കൊച്ചു വേദനകൾ, പീഡനങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ട് ഇവന് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം കൊടുക്കുകയാണ്. കൊലക്കലത്തിലേക്ക് പോകുമ്പോൾ ആരാച്ചാർ കഴുത്തിലേക്ക് കൊലക്കയറിടുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ഫ്രാൻസിനി പറയുകയാണ്, എനിക്ക് ഒന്ന് കുമ്പസാരിക്കണമെന്ന്. മാനസാന്തരം സംഭവിച്ചു പ്രിയപ്പെട്ടവരെ. ആ സമയം അവിടെ മാനസാന്തരം സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരണമെങ്കിൽ വില കൊടുത്ത് നീ പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. വിട്ടുകൊടുത്ത് ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലാത്തവർ തമ്പുരാൻ്റെ മുൻപിൽ പോയിരുന്നാൽ മതി. കാരണം വചനത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് എത്രയോ വ്യക്തികൾ പറയാറുണ്ട്. അറിയുമോ, കേൾക്കുമോ, മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഭാഷകളിലെ വചനം പറയാൻ ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. ചില സ്ഥലത്ത് കയറി പ്രസംഗം പറയാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു വലിയ അനുഭവത്തിലൂടെ കടന്നു വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ആരോ പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിന്നെ പഠിപ്പിക്കുന്ന ഒരു ഗുരു ഉണ്ട് നിൻ്റെ കൂടെ. അവൻ നിന്നെ പഠിപ്പിക്കും. അവൻ്റെ അഭിഷേകവും നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ അവൻ്റെ മുമ്പിൽ പോയിരിക്കണം. ചുമ്മാ ഈശോയെ നോക്കി നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, സ്തുതിച്ചു കൊണ്ടിരിക്കണം. വീണ്ടും പറയുന്നുണ്ടല്ലോ, റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 26 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട്. അത് ഒരിക്കലും പാഴായി പോവില്ല. കാരണം അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെന്നാൽ ദൈവഹിതം അനുസരിച്ചാണ് ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. ദൈവഹിതം അനുസരിച്ചാണ് ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ത്യാഗങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ പ്രചോദിപ്പിക്കും. ചിലരൊക്കെ പറയാറുണ്ട്, സിസ്റ്ററെ രാവിലെ 3 മണിക്ക് ഞാൻ അറിയാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊരു പ്രേരണ. അത് ആത്മാവ് തരുന്നതാ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ലോകം മുഴുവനും വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. എത്രയോ കുടുംബങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാല ചൊല്ലി അനേകം അടയാളങ്ങളും അനുഭവങ്ങളൊക്കെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ചൊരിയുക. പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെ ഏലിയ പ്രവാചകൻ മുട്ടുകുത്തി ചങ്കുപൊട്ടി വരൾച്ച അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടതുപോലൊരു പ്രാർത്ഥന ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരമുണ്ടാവും. ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ടാവും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇരിക്കാം. 1 സെക്കൻഡ് നീ പ്രാർത്ഥിച്ചുള്ള ആ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രാർത്ഥനയായിരിക്കണം. ചങ്കുപൊട്ടിയുള്ള ഒരു പ്രാർത്ഥന. ദൈവമേ എന്ന ഒറ്റ വിളിയിൽ, യേശുവേ എന്ന ഒറ്റ വിളിയിൽ യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ സ്വരം കേട്ട അനേകരുണ്ട്. ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അവൻ്റെ മുൻപിൽ നമുക്കിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ അവൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. കർത്താവ് നിനക്ക് വേണ്ടി വാതിൽ തുറന്നു തരും. കണ്ണുകൾ അടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ എത്ര വലുതാണെങ്കിലും, എത്ര വലിയ വേദനകളാണെങ്കിലും ഒരു കാര്യം ഓർക്കണം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അതേ തമ്പുരാൻ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അനുഗ്രഹം ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ തമ്പുരാൻ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം കേട്ട് എന്നെ അനുഗ്രഹിക്കും. ഞാൻ നിലവിളിക്കുമ്പോൾ ഉത്തരം തരും. ആ ഒരു വലിയ പ്രതീക്ഷയോടെ അവൻ്റെ മുൻപിൽ ഏറ്റവും സ്നേഹത്തോടെ, ആ ഏകാഗ്രതയോടെ വിട്ടുകൊടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കാനൊരു കൃപ നമുക്ക് ചോദിച്ച് മേടിക്കാം. നിരന്തരം പ്രാർത്ഥിക്കണം. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. 5, 6, 7 വർഷങ്ങൾ നീ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരമായിരിക്കും. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, അനേകം നിയോഗങ്ങളുമായ നിൻ്റെ മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പുക. അവയെല്ലാം നീ ഏറ്റെടുക്കണം. നീ വലിയ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയണം. കർത്താവെ, ഈ നിമിഷം ഞങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ നീ ഇടപെടണം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്
ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.